ശിവകുമാർ പറഞ്ഞൊരു കാര്യം, ഇയാൾ ഭൂമി ഭൂമി ബ്രോക്കർ വന്നപ്പോൾ ഇതേ പേര് പറഞ്ഞ് മറ്റു രണ്ടുപേരോടൊന്ന് രേഖ തരാൻ പറയൂ. അഡ്വാൻസ് വാങ്ങി കച്ചവടം ഉറപ്പിച്ചു. അതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് താൻ തീരുമാനിക്കും എന്നാണ് പറഞ്ഞത്. അത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല? അത് നാട്ടു നടപ്പാണോ? ശോഭാ സുരേന്ദ്രൻ എന്റെ വോട്ടുപാറയിൽ ഇന്നും കിടക്കുന്ന ആ ഭൂമിക്ക് വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് കരാർ എഴുതിയുണ്ടെങ്കിൽ ആ കരാറിന്റെ കോപ്പി നന്ദകുമാർ കൊണ്ടുവരട്ടെ. നാളെ രജിസ്റ്റർ ചെയ്യും മാധ്യമങ്ങളുടെ മുന്നിൽ. ബാക്കി പണം തരണം. അതായത് എന്റെ ഭൂമിയുടെ വില 1,90,000 രൂപയാണ്. 1,90,000 രൂപ വിലയുള്ള ഭൂമി ദല്ലാൽ നന്ദകുമാർ വാങ്ങാമെന്ന് പറഞ്ഞത് എന്റെ ജ്യേഷ്ഠൻ ക്യാൻസർ ബാധിതനായി കിടന്നപ്പോ പെട്ടെന്ന് ഒരു 15 ലക്ഷം ചികിത്സാ ചെലവ് വന്ന സമയത്താണ് എനിക്കത് വിൽക്കണമെന്നുള്ള ഒരു ആവശ്യം വരുന്നത്. ആ സമയത്ത് ഈ മനുഷ്യൻ, ഈ ദല്ലാൾ എന്ന് പറയുന്ന മനുഷ്യൻ എന്നെ സഹായിക്കാൻ ശ്രമിക്കുമ്പോഴും എനിക്കറിയാം ഇത് നാളെ ഇയാൾ ഉപയോഗിക്കും. അതുകൊണ്ടാണ് ബാങ്ക് വഴി, SBI ബാങ്ക് വഴി ഇടാനാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പക്ഷേ എന്നോട് വെറുപ്പ് വരാനുള്ള കാരണം കൊടുക്കാൻ സൗകര്യമില്ല. എനിക്ക് ആവശ്യമുള്ള സമയത്ത് എന്റെ ഭൂമി, ഇവൻ വലിയ വാക്ക് പറയുന്ന ആളല്ലേ, എന്റെ ഭൂമി വാങ്ങാമെന്ന് പറഞ്ഞ് എന്നെ ചതിച്ച ഒരാൾക്ക് ആ ഭൂമി മാത്രമേ കൊടുക്കൂ. 4 തവണ ആ ഭൂമി രജിസ്റ്റർ ചെയ്യാൻ ഞാൻ അയാളോട് ആവശ്യപ്പെട്ടു. 4 തവണ ഭൂമി രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ ബാക്കി പൈസ തന്ന് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഈ ജന്മത്ത് ഈ ദല്ലാളിന് 10 ലക്ഷം രൂപ ഞാൻ കൊടുക്കാൻ ബാധ്യസ്ഥയല്ല. നോക്കൂ, ഷാഡി ക്യാരക്ടറുകളാണെങ്കിലും കൊണ്ടുവരുന്ന ആൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരുന്നത് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നടുവൊടിക്കുന്ന, നട്ടല് പിളർക്കുന്ന ഒരു രാഷ്ട്രീയമായിട്ടുള്ള നീക്കം നടത്താൻ ശോഭാ സുരേന്ദ്രനെ പോലെ ഒരാൾക്ക് 300 ആളുകളെ കൊലപ്പെടുത്തിയ പ്രസ്ഥാനമാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടി. 300 ബലിദാനികളെ കേരളത്തിൽ സൃഷ്ടിക്കുകയും എന്റെ സഹപ്രവർത്തകൻ KT ജയകൃഷ്ണൻ മാസ്റ്ററെ ക്ലാസ് മുറിക്കകത്തിട്ട് വെട്ടിക്കൊല്ലുകയും ആദ്യത്തെ വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു സാധാരണ തൊഴിലാളിയെ കൊലപ്പെടുത്തിയതിലെ 1-ാം പ്രതി ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനാണ്. അങ്ങനെയുള്ള നാട്ടിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ പിളർക്കാൻ ഒരവസരം കിട്ടിയാൽ നാളെയും ശോഭാ സുരേന്ദ്രൻ അഖിലേന്ത്യാ നേതൃത്വം പറഞ്ഞതിനനുസരിച്ചുള്ള പ്രവൃത്തിയുമായിട്ട് മുന്നോട്ട് പോകും. പക്ഷേ മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കണം ദല്ലാളിനോട്, ആരായിരുന്നു ഡൽഹിയിലേക്ക് വന്ന ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലീഡർ എന്ന് ചോദിക്കണം. ഇല്ലെങ്കിൽ 3 ദിവസത്തിന് ശേഷം അയാൾ പറയാൻ തയ്യാറായില്ലെങ്കിൽ, മാധ്യമ സുഹൃത്തുക്കൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ബാക്കി ഞാൻ അപ്പോൾ പറയും.